ഭരണഘടനാ പോരാട്ടമോ എന്നാണ് ചോദ്യം. ആന്റോ അഗസ്റ്റിൻ, ഇന്നിപ്പോൾ തലസ്ഥാനത്ത് കണ്ടത് ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടുള്ള ഒരു പോരാട്ടമാണ് കണ്ടത്. പതിവിലും വലിയ വാശിയുള്ള വീറുള്ള ഒരു പ്രതിഷേധമാണ് നമ്മൾ ഇന്ന് തലസ്ഥാനത്ത് കണ്ടത്. മിക്കവാറും എല്ലാ നാഷണൽ മാധ്യമങ്ങൾക്കും അത് കവർ ചെയ്യേണ്ടി വരുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ചിലരെങ്കിലും ആ കവർ ചെയ്യുന്ന സാഹചര്യത്തിൽ മാറുന്നതും കണ്ടു, കേരളത്തിലടക്കം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യം തിരിച്ചു പിടിക്കാനുള്ള വലിയ രീതിയിലെ പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൻ്റെ നേതൃത്വം നൽകുന്നത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണെന്നുള്ളതിലും അഭിമാനിക്കാവുന്ന ഒരു കാര്യമുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ കാര്യത്തിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്രയും വലിയ സമരങ്ങൾ നടന്നിട്ട് ഇന്ത്യയിലെയും കേരളത്തിലെയും എത്ര മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും കേരളത്തിലെ മാധ്യമങ്ങളടക്കം ലഹു ജിഹാദ് തപ്പിപ്പോകുന്ന അവസ്ഥയിലാണുള്ളത്. കാരണം പ്രധാനപ്പെട്ട ജനാധിപത്യം തകരാറിയ സമയത്ത് ചരിത്രത്തിലാദ്യമായി എല്ലാ മുന്നണികളും 300-ലധികം എംപിമാർ എവിടേക്ക് ഇലക്ഷൻ കമ്മീഷൻ്റെ അടുത്തേക്ക് സമരം നടത്തുകയാണ്. വലിയ രീതിയിൽ ലോകം ചർച്ച ചെയ്യേണ്ട കാര്യമാണ്, ഇന്ത്യ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്, സംസ്ഥാനങ്ങൾ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതിനൊക്കെ നേതൃത്വം നൽകേണ്ടത് പ്രതിപക്ഷത്താണ്. പ്രതിപക്ഷ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പോരാടുന്നതെന്ന് എല്ലാ പ്രാവശ്യവും പറയുന്ന മാധ്യമങ്ങൾ ചർച്ച ചെയ്യേണ്ടതാണ്. ഇന്ത്യയിലെ 80% മാധ്യമങ്ങൾ ഇന്നത് ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാനിപ്പോൾ നോക്കുകയായിരുന്നു, എത്ര ഹിന്ദി ചാനലുകൾ ചർച്ച ചെയ്യുന്നു, എത്ര ഇംഗ്ലീഷ് ചാനലുകൾ ചർച്ച ചെയ്യുന്നു നോക്കുകയാണ്. കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ എത്രണ്ണം ചർച്ച ചെയ്യാൻ നോക്കിയാൽ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് കേരളത്തിലെ ലവ് ജിഹാദാണ്. കേരളത്തിലെ ലവ് ജിഹാദ് ഇപ്പോൾ നടക്കുന്നുള്ളതായിട്ട് ആർക്കെങ്കിലും അഭിപ്രായമുണ്ടോ? അങ്ങനെ അഭിപ്രായമുള്ള കാര്യങ്ങളാണോ ഇന്നത്തെ ചർച്ച ചെയ്യേണ്ടത്? പക്ഷേ ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ ലവ് ജിഹാദ് ആണ് എന്നുള്ളതാണ്. അപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എല്ലാം വിലയ്ക്ക് വാങ്ങുകയാണ്. മാധ്യമങ്ങളെ വിലയ്ക്ക് വാങ്ങുന്നു, എതിർ സ്വരങ്ങളെ വിലയ്ക്ക് വാങ്ങുന്നു, വിലയ്ക്ക് കിട്ടാത്തതിനെല്ലാം അടിച്ചമർത്തുന്നു, പേടിപ്പിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു, ഇടിയിൽ വിടുന്നു, ഇൻകം ടാക്സിൽ വിടുന്നു. ഇതൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നും എങ്ങനെ ഈ രാജ്യത്തെ രക്ഷിക്കാം എന്നുള്ളതൊരു പ്രതിപക്ഷ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഇന്ത്യയിലുള്ള മുഴുവൻ പാർട്ടികളും ഒറ്റക്കെട്ടായി ഇറങ്ങി എന്നുള്ളതാണ്. 300-അധികം എംപിമാർ ഒന്നിച്ച് ചെല്ലുമ്പോൾ സമയത്ത് പറയുകയാണ് 30 പേരെ കയറ്റിവിടാം എന്ന് പറയുകയാണ്. എംപിമാർക്ക് 30 പേരെ കയറ്റിവിടാൻ അവർക്ക് പ്രത്യേക പ്രയോറിറ്റി എന്തെങ്കിലും ഉണ്ടോ? 30 പേർക്ക് പ്രത്യേക പ്രയോറിറ്റി, ബാക്കി 270 പേർക്ക് പ്രത്യേക പ്രയോറിറ്റി ഒന്നുമില്ലല്ലോ. എംപിമാർ എന്ന് പറയുന്നത് ജനങ്ങൾ തിരഞ്ഞെടുത്ത് തലസ്ഥാനത്തേക്ക് അയച്ചവരാണ്. അവരാണ് ഇലക്ഷൻ കമ്മീഷനെ കാണാൻ പോകുന്നത്. അവരോട് പറയുകയാണ് 30 പേർ മാത്രം വന്നുള്ളൂ എന്നുള്ളത്. അപ്പോൾ നിങ്ങളിവിടെ വന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ചോ എന്നുള്ളതാണല്ലോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇന്ത്യയിൽ നടക്കുന്നത് എന്നുള്ളതാണല്ലോ. അപ്പോൾ ചില സംസ്ഥാനം നമ്മൾ നോക്കുകയാണ്, എന്താണ് ഇപ്പോൾ ഈ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രശ്നം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ചില സ്ഥലങ്ങളിൽ ചില പാർട്ടികൾക്ക്, ഇപ്പോൾ BJPക്ക് വലിയ രീതിയിൽ സ്വാധീനമില്ല. അവർ ആ മണ്ഡലം വിടുന്നു. എന്നിട്ട് ആ മണ്ഡലത്തിലുള്ള എല്ലാവരും പറയുന്നു, നിങ്ങൾ നമുക്ക് ജയിക്കാൻ സാധ്യതയുള്ള സ്ഥലത്ത് പോയി വോട്ട് ചേർത്ത് അവിടെ വോട്ട് ചെയ്യുക എന്ന് പറയുന്നു. അവരെന്ത് ചെയ്യുന്നു? 6 മാസം മുന്നേ അല്ലെങ്കിൽ 4 മാസം മുന്നേ പോയി വോട്ട് ചേർക്കുന്നു. ഇതിന് ചേർക്കണമെങ്കിൽ ആരുടെ ഒത്താശ വേണം? ഇലക്ഷൻ കമ്മീഷൻ്റെ ഒത്താശ വേണം. ഇലക്ഷൻ കമ്മീഷൻ എങ്ങനെ ഉണ്ടാകുന്നത്? അവിടെ തുടങ്ങി ഞാൻ പറയുന്നത് ഇതൊരു വലിയ അഴിമതിയുടെ തുടക്കമാണ് ഞാൻ പറയുന്നത്. എങ്ങനെയാണ് ഉണ്ടാകുന്നത്? പണ്ട് ഇലക്ഷൻ കമ്മീഷൻ നിശ്ചയിച്ചിരുന്ന പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും ആരാണ് ചീഫ് ജസ്റ്റിസും കൂടെ തീരുമാനിച്ചിട്ടായിരുന്നു ആരാണ് ഇലക്ഷൻ കമ്മീഷൻ നിശ്ചയിച്ചിരുന്നത്. അപ്പം ഒരു നിഷ്പക്ഷത ഉണ്ടായിരുന്നു അതിനകത്ത്. പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ ചീഫ് ജസ്റ്റിസും വരുന്ന സമയത്ത് ഒരു നിഷ്പക്ഷത ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്ത് സംഭവിച്ചു? നിഷ്പക്ഷത പോയി. ആദ്യമേ ചീഫ് ജസ്റ്റിസിൻ്റെ അടുത്ത് തോട്ടിക്കളഞ്ഞു. ചീഫ് ജസ്റ്റിസ് ഇപ്പോൾ ഇല്ല. ആരാണ്? നരേന്ദ്രമോദിയും. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രി പറയുന്ന ഒരാളും പിന്നെ പ്രതിപക്ഷ നേതാവുമായി. അവിടെ ആർക്കാ സീനിയോറിറ്റി മുൻഗണന കിട്ടുക? ഇവർക്ക് രണ്ടുപേർക്കും കൂടിയാണ്. അപ്പോൾ ഇപ്പോൾ ആരൊക്കെയാണ് തീരുമാനിക്കുന്നത്? ഇപ്പം പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായും രാഹുൽ ഗാന്ധിയാണ് തീരുമാനിക്കേണ്ടത്. അവിടെ അമിത്ഷായും നരേന്ദ്രമോദിയും തീരുമാനം എടുത്താൽ പിന്നെ അതിനകത്ത് മാറ്റമില്ല. അപ്പോൾ എന്താണ്? ഗാനേഷ് കുമാറിനെ കൊണ്ടുവരികയാണ് അതിൻ്റെ തലപ്പത്തേക്ക്. ഗാനേഷ് കുമാറിൻ്റെ പ്രത്യേകത എന്താ? വർഷങ്ങളായി 2019 തുടങ്ങി അമിത്ഷാൻ്റെ കൂടെ സന്തത സഹചാരിയാണ്. അദ്ദേഹമാണ് ഈ ആർട്ടിക്കിൾ 370 അടക്കം എടുത്തു കളയാൻ വേണ്ടിയിട്ട് ആ ഡെസ്കിൻ്റെ ഭാഗമാണ്. കാശ്മീരിലെ 370 എടുക്കുന്ന ഡെസ്കിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അമിത്ഷാ വന്നതോടുകൂടി അമിത്ഷാൻ്റെ കൂടെ നിൽക്കുന്ന ഗാനേഷ് കുമാറിനെ ഇതിൻ്റെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായി ഓഫീസറായിട്ട് അപ്പോയിൻ്റ് ചെയ്യണം. അതോടുകൂടി പിന്നെ സിസ്റ്റം മുഴുവൻ മാറുകയാണ്. അപ്പം 4 മാസം ഫെബ്രുവരിയിലാണ്, മാർച്ചിൽ ഇലക്ഷൻ നടക്കുമ്പോൾ ഫെബ്രുവരി ചീഫ് ഇലക്ഷൻ ഓഫീസറെ മാറ്റുകയാണ്. എന്നിട്ടാണ് ഇലക്ഷൻ നടക്കുന്നത്. അതുകൊണ്ടാണ് എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് ജനങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നത്. ഒരാൾ ഇപ്പം തന്നെ തൃശ്ശൂർ അടക്കമുള്ള സംസ്ഥാനങ്ങൾ, നമ്മളാണല്ലോ കേരളത്തിൽ നിന്നില്ല, ഇന്ത്യയിൽ തന്നെ നമ്മൾ പോയി തപ്പിപ്പോയവരും ആരും നോക്കിയൊന്നും പോയെന്ന് എനിക്കറിയില്ല. ബാംഗ്ലൂർ നമ്മൾ പോയി, രാഹുൽ ഗാന്ധി പറഞ്ഞ വീട്ടിൽ നമ്മൾ പോയി. അവിടെ ആ ഡോർ നമ്പറിൽ പോകുമ്പോൾ 80 പേരെയാണ് ചേർത്തിരിക്കുന്നത്. അവിടെ ഒരു പൂച്ചക്കുട്ടി പോലും ഇല്ല എന്നുള്ളതാണ്.
ഈ 80 പേരെ പറഞ്ഞ് ചേർത്ത സ്ഥലത്താണ് ഞാൻ പറയുന്നത്. കേരളത്തിൽ ഒരു മാധ്യമങ്ങളും എന്താ പോകാത്ത, ഇന്ത്യയിലെ മാധ്യമങ്ങൾ എന്താ ഈ പറയുന്ന ഇത്രയും വലിയൊരു അഴിമതി നടത്തി ഈ എന്താണ് ജനാധിപത്യത്തിൽ ഭീഷണിയായിട്ട് നടത്താത്തത്? അപ്പം ഇതെല്ലാം എങ്ങനെയാണ്? ഇതെല്ലാം ഒരു സിസ്റ്റത്തിൻ്റെ കീഴിലായി ഇവർ ഇങ്ങനെ അടക്കി വരിച്ച് വാഴുകയാണ്. അപ്പം അതുപോലെയാണ് മുഴുവൻ സംവിധാനം ഉള്ളത്. അപ്പം രാഹുൽ ഗാന്ധി എന്ന നേതൃത്വത്തിൽ ഇന്ത്യയിലുള്ള മുഴുവൻ പ്രതിപക്ഷ പാർട്ടികളും, അവിടെ ആം ആദ്മി പാർട്ടി എന്നുള്ളതില്ല, അവിടെ തൃണമൂൽ കോൺഗ്രസ് എന്നുള്ളതില്ല. തൃണമൂൽ കോൺഗ്രസിൻ്റെ എം പി ഒക്കെ ഇന്ന് ബാരിക്കേഡിൻ്റെ മേളിൽ കയറിയിരിക്കുകയാണ്. കാരണം ഇന്ത്യയിലെ ഒരു പാർട്ടിയുടെ എം പി ബാരിക്കേഡിന് മേലെ കയറി നിന്ന് സമരം നടത്തേണ്ട അവസ്ഥയാണ്. നമ്മളിവിടെ SFIൻ്റെയും DYFIൻ്റെയും KSUവിൻ്റെ ഒക്കെ സമരത്തിൻ്റെ പുറത്ത് നമുക്ക് കാണാം എന്ത് ബാരിക്കേഡിന് മേളിൽ കയറി നിന്ന് സമരം നടത്തുന്ന അവസ്ഥ. ഇന്ന് കേരളത്തിലെയും ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട എം പിമാരെല്ലാം ബാരിക്കേഡിന് മേലെ കയറി നിന്ന് സമരം നടത്തുകയാണ്. 300-ലധികം എം പിമാരാണ്, 1-2 എം പിമാരല്ല. അപ്പോൾ ഇതൊക്കെ എന്താണ് ഇരിക്കുന്നത്? ഇന്ത്യയിലെ ഒരു എന്താണ് ജനാധിപത്യത്തിന് ഭീഷണിയായിട്ടുണ്ട്. എന്താണ് ഭരണഘടന സംരക്ഷിക്കാൻ കഴിയുന്നില്ല, ഭരണഘടന സംരക്ഷിക്കുന്നത് ഭീഷണിയായിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്നത് 2240 വോട്ട് സീറ്റ് മേടിച്ച് രാഹുൽ ഗാന്ധി കോൺഗ്രസ് ഇത്രയും സീറ്റ് മേടിക്കാനുള്ള കാരണം എന്താ? കാരണം ഇന്ത്യ മുന്നണി ഇത്രയും സീറ്റ് മേടിക്കാനുള്ള കാരണം എന്താ? ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്. ആ ഭരണഘടനയെയാണ് ഇപ്പോഴും ഉയർത്തിപ്പിടിക്കുന്നത്. കാരണം എന്താണ്? ഇങ്ങനെയാണ് ഇവർ ജയിച്ച് ഇത്രയധികം സീറ്റ് മേടിച്ച് അധികാരത്തിൽ വന്നത്. എന്നിട്ടും അധികാരത്തിൽ വന്നത് ഘടകകക്ഷികളുടെ വോട്ട് മേടിച്ചിട്ടാണ്. അവർക്ക് ഒറ്റക്കക്ഷിയായിട്ട് വരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ശക്തമായ രീതിയിൽ പോരാട്ടം നടക്കുന്ന സമയത്ത് ആരൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, ആരൊക്കെ ഇതിനകത്ത് ഇറങ്ങിത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരുടെയും മുന്നിലുള്ള ആശങ്ക എന്ന് പറയുന്നത്. ഇനി ഏകദേശം 4 വർഷത്തോളം നിൽക്കുകയാണല്ലോ. ഇപ്പോഴേ കയറി ഇവരൊന്നും വെറുപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മാധ്യമങ്ങളെല്ലാം ഇങ്ങനെ കീഴടങ്ങി പോവുകയാണ്. ഓരോ ദിവസം കീഴടങ്ങുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇനി ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവരെല്ലാം സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി ഇലക്ഷൻ്റെ അവസാനം ഇനി ഇപ്പോൾ എത്രയാണ് ഇലക്ഷൻ വരിക? 2030 ഇലക്ഷൻ വരുന്ന സമയത്ത് അന്നേരം ഇവർക്കെല്ലാം എന്താണ് BJPക്ക് അനുകൂലമായൊരു ട്രെൻഡ് സെറ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. ഇപ്പോഴേ തുടങ്ങണമെന്നേ ഞാൻ പറയുന്നത്. രാഹുൽ ഗാന്ധി എടുത്ത നിലപാടെന്നുള്ള വളരെ ശ്ലാഘനീയമാണ്. കാരണം രാഹുൽ ഗാന്ധി അടുത്ത കാലത്തൊന്നും എടുക്കാത്ത വലിയ രീതിയിലുള്ള ഒരു പ്രിക്കോഷൻ എടുത്ത് വളരെ പ്ലാൻഡായി വളരെ എഫക്റ്റീവായി ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുവരികയാണ്. ആ മുന്നോട്ട് കൊണ്ടുവരുന്ന കാര്യം എന്തെങ്കിലും പാളിച്ചുണ്ടെങ്കിൽ പറയണ്ടേ? ഇതുവരെ BJPക്ക് അതിനെക്കുറിച്ച് പാളിച്ചയെക്കുറിച്ച് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരക്ഷരം മിണ്ടാൻ കഴിഞ്ഞിട്ടില്ല. ഇതുവരെ പ്രതിപക്ഷ പാർട്ടികളെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ എന്താണ് ഇലക്ഷൻ കമ്മീഷൻ എന്തെങ്കിലും പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇലക്ഷൻ കമ്മീഷൻ ഒന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല. ഇലക്ഷൻ കമ്മീഷൻ പിന്നെ നിങ്ങൾ സത്യവാങ്മൂലം എന്താ എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുകയാണ്. സത്യവാങ്മൂലം തന്നില്ലെങ്കിൽ നമ്മളെ മുക്കിലേക്ക് വലിച്ചു കയറ്റും എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിലൊന്നും വീണു പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ എന്താണ് സ്മൃതി മേഡം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവരെ ഉള്ളിൽ നിന്നും വലിച്ചു താഴെയിടാനുള്ള ശ്രമമാണ് നടത്തുക. BJP പണ്ട് നടത്തിക്കൊണ്ടിരുന്നതാണ്. ഉള്ളിൽ നിന്ന് ഒരാളെ കണ്ടെത്തും, എന്നാൽ അയാളെ കൊണ്ട് പറയിപ്പിക്കും. പണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്നില്ല, ഇപ്പോൾ ശശി തരൂരിനെ പോലെയുള്ള ആൾക്കാരെ കൊണ്ട് ഉള്ളിൽ നിന്ന് പറയിപ്പിക്കും. ഉള്ളിൽ നിന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ ഉള്ളിൽ തന്നെ എതിർ സ്വരമാണല്ലോ എന്ന് പറയുന്നത്. ഇന്നത്തെ പ്രൊട്ടസ്റ്റിൽ ശശി തരൂർ നല്ല രീതി ഞാൻ പറയും. ശശി തരൂർ ഉണ്ടായിരുന്നു. ഞാൻ പറയും ഓരോ സമയത്ത് ഓരോരുത്തരെ സെലക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കർണാടകയിലാണ് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാകേണ്ട സ്ഥലം. അവിടുത്തെ ഒരു മന്ത്രിനെ കൊണ്ട് അറിയിക്കുകയാണ് ഇത് നമ്മുടെ കാലത്ത് നടന്നാലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നാണ്. അപ്പം ഞാൻ ഇന്ന് ACC എടുത്ത തീരുമാനങ്ങളെ പോലെ ശക്തമായ തീരുമാനം എടുക്കാൻ കഴിഞ്ഞാൽ ഈ പാർട്ടിക്ക് വളരാൻ കഴിയും. എന്താണ്? അദ്ദേഹത്തെ പുറത്താക്കാൻ പറഞ്ഞു, പുറത്താക്കി. അത് ഒരു ദിവസം ഒരു മിനിറ്റിൽ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി മന്ത്രിസ്ഥാനം എടുത്ത് ദൂരെ കളഞ്ഞു. അതോടുകൂടി ശക്തമായ നിലപാട്, ഇതുപോലെ നിലപാടെടുക്കാൻ പറ്റണം പാർട്ടിയായിട്ടുണ്ടെങ്കിൽ. കേരളത്തിൽ ഇതുപോലെ തന്നെയാണോ? കേരളത്തിലുള്ള ചില നേതാക്കന്മാർ ചില സമയത്ത് എടുക്കുന്ന തീരുമാനങ്ങൾ കണ്ടിട്ടില്ലേ? ഈ പാർട്ടിനെ അപ്പാടെ വെച്ച് താഴ്ത്തി കളയും. അങ്ങനെയുള്ള നിലപാടാണ്. അപ്പോൾ അങ്ങനെയുള്ള നിലപാടുകൾ എടുത്തു പോകാൻ പാർട്ടിക്ക് കഴിഞ്ഞാൽ, രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ ഇത് വലിയ വിജയമാവും എന്നുള്ളതാണ്. അതും ഒരു മാത്രമല്ല, ഇനി ഇതുപോലെയുള്ള കാര്യം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും പറയുന്നത് എന്താണെന്നറിയോ? വോട്ടിംഗ് മെഷീനിൽ കംപ്ലൈൻറ്റ് ഇടി, നിങ്ങൾ തെളിയിക്ക്, നിങ്ങൾക്ക് ഹാക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നോക്ക്, നിങ്ങൾ ചെയ്ത് കാണിക്ക്, ഞങ്ങൾ എല്ലാ മെഷീനും എടുത്തു വരാം, നിങ്ങൾ ഹാക്ക് ചെയ്തോ. ഇത് നമ്മുടെ പണിയല്ല. ഇപ്പോൾ എന്താണ്? ഇപ്പോൾ ഒന്നും വേണ്ടല്ലോ. ഒരാളുടെ ഫോട്ടോ വെച്ചിട്ട് 00 എന്ന് പറഞ്ഞ കുറേ അഡ്രസ്സ്, പിന്നെ എന്താണ് ഫോട്ടോ ഇല്ലാത്ത കുറേ അഡ്രസ്സ്, LCD ഇല്ലാത്ത കുറേ, ഇതിവർ കണ്ടല്ലോ. ഇതിനെന്ത് നടപടിയുള്ളത്? ഇതിന് രണ്ട് നടപടിയുള്ളത്? ഇത്രയും ടെക്നോളജി വളർന്ന കാലത്ത്, ഇത്രയും അധികം മുന്നോട്ട് വന്ന ടെക്നോളജി വന്ന കാലത്ത് ഇപ്പോഴും ഒരാൾ ഹൈറ്റിൽ കൊണ്ട് പ്രിൻ്റ് എടുത്ത് കൊടുക്കുകയാണ്, പോയി നോക്കിക്കോളാൻ പറഞ്ഞിട്ട്. ഇത് ലോകത്ത് എവിടെയും നടക്കുന്ന കാര്യമാണോ? ഒരു പ്രതിപക്ഷ നേതാവിന് ഇനി എന്ത് രാജ്യത്ത് എന്ത് വിലയുള്ളൂ? ഒരു പ്രതിപക്ഷ നേതാവിനാണ് ഇത്രയും വലിയ സംവിധാനം. അത് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ്, രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ്. ഇവർക്കൊക്കെ എന്താ വില എന്നേ? ഇവർക്ക് എന്തെങ്കിലും വില കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ 10 അടി ആൾ ഹൈറ്റുള്ള ഒരു സാധനം എടുത്തിട്ട് പോയി നോക്കിക്കോളാൻ പറയുമോ? എത്ര ഈ പ്രിൻ്റ് എടുക്കുന്ന പൈസ ഉണ്ടല്ലോ, ഈ പ്രിൻ്റ് എടുക്കുന്ന പൈസ ഇന്ത്യയിലുള്ള ജനങ്ങളുടെ നീതിപ്പണമാണെന്നുള്ള ഓർമ്മ പോലും ഇവർക്കില്ല. അപ്പോൾ അത്രയും എടുത്തു പറയും. ഇതൊരു സോഫ്റ്റ്വെയറിൽ ഇട്ട് കൊടുത്താണ്ടല്ലോ, ഒരു മണിക്കൂർ കൊണ്ട് പുറത്തു വരാവുന്ന കാര്യമുള്ളൂ. പക്ഷേ അത് ചെയ്യാൻ സമ്മതിക്കില്ല. ഇന്നൊക്കെ നോക്കുന്ന സമയത്ത് പല വെബ്സൈറ്റുകളും ഇലക്ഷൻ കമ്മീഷൻ്റെ പല വെബ്സൈറ്റുകളും പ്രോപ്പറായി വർക്ക് ചെയ്യുന്നില്ല. എന്ന് ചോദിക്കുമ്പോൾ എന്താ പറയുന്നത് അറിയോ? ടെക്നിക്കൽ എററാണ്. എങ്ങനെയാണ് ടെക്നിക്കൽ എറാവുക? എല്ലാ വെബ്സൈറ്റുകളും പടപടാന്ന് ടെക്നിക്കൽ എറാവുകയാണോ? പോയി നോക്കി സെർച്ച് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു പ്രിൻ്റ് എടുക്കാൻ നോക്കിയാൽ ഒരു രാവിലെ പ്രിൻറ്റിന് കൊടുത്താൽ ഡൗൺലോഡ് ചെയ്യാൻ കൊടുത്താൽ 10 ദിവസം കഴിഞ്ഞാൽ ഡൗൺലോഡ് ആവില്ല.
കാരണം അങ്ങനെയാണ് സൈറ്റുകളുടെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതിനൊക്കെ ജനാധിപത്യം എന്ന് പറയുന്നത് എന്താ, ജനങ്ങൾക്ക് ജനങ്ങളുടെ ശൈലിയിൽ ഒരു ആളെ തിരഞ്ഞെടുക്കാൻ കഴിയണം, വേണ്ടേ? അങ്ങനെ ഒരാളെ തിരഞ്ഞെടുക്കാൻ കഴിയാനുള്ള സംവിധാനം ഇന്ത്യയിലുണ്ടോ ഇപ്പോൾ? അതില്ല എന്നുള്ളതാണ്. അതിനെതിരെയാണ് പ്രതിപക്ഷ സമരം നടത്തുന്നത്. ആ സമരം വലിയ രീതിയിൽ വിജയമാവും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. റൈറ്റ്. Meet the editors.